സാൾട്ട് സത്യാഗ്രഹം, ഉപ്പ് സത്യാഗ്രഹം, ദണ്ഡി മാർച്ച് അല്ലെങ്കിൽ ദണ്ഡി സത്യാഗ്രഹം എന്ന പല പേരിലും ഈ ഒരു സത്യാഗ്രഹത്തിന് അറിയപ്പെടുന്നുണ്ട് കേട്ടോ. ബ്രിട്ടീഷ് ഇന്ത്യയിൽ, അതായത് കൊളോണിയൽ ഇന്ത്യയിൽ ഗാന്ധിജി നയിച്ചിട്ടുള്ള അഹിംസാത്മകമായിട്ടുള്ളൊരു നിയമലംഘന പ്രസ്ഥാനത്തിൻ്റെ പ്രവൃത്തിയാണ് ഉപ്പ് സത്യാഗ്രഹം എന്ന് പറയുന്നത്. 1930 മാർച്ച് 12 മുതൽ ഏപ്രിൽ 6 വരെ ബ്രിട്ടീഷ് ഉപ്പ് നികുതി വർദ്ധിപ്പിച്ചതിൻ്റെ പേരിൽ അതിൻ്റെ പ്രതിഷേധാത്മകമായിട്ട് ആണ് ഈ ഒരു സത്യാഗ്രഹം ആരംഭിച്ചിട്ടുള്ളത്. ഈ ഒരു പ്രചാരണം 24 ദിവസത്തെ മാർച്ചായി ആണ് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നു. ഈ മാർച്ചിനുള്ള മറ്റൊരു പ്രധാനപ്പെട്ടിട്ടുള്ള കാരണം എന്ന് വെച്ചാൽ സിവിൽ നിസ്സഹകരണ പ്രസ്ഥാനത്തിന് ഗാന്ധിയുടെ മാതൃക പിന്തുടരാൻ പഠിച്ച് ഒരുപാട് ആളുകളെ പ്രചോദിപ്പിക്കുന്ന ശക്തമായിട്ടുള്ളൊരു ഉദ്ഘാടനം ആവശ്യമായിരുന്നു എന്നതാണ്. ഗാന്ധിജി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിശ്വസ്തരായിട്ടുള്ള 78 വളണ്ടിയർമാർക്ക് കൂടെയാണ് ഈ ഒരു മാർച്ച് ആരംഭിച്ചിട്ടുള്ളത് കേട്ടോ. സബർമതി ആശ്രമം മുതൽ നവസാരി എന്ന് വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന ദണ്ഡി കടപ്പുറം വരെയാണ് ഈ ഒരു മാർച്ച് നീണ്ടു നിന്നിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഒരു 387 കിലോമീറ്ററാണ് ഈ ഒരു മാർച്ച് ഉണ്ടായിരുന്നത് കേട്ടോ. സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും ഗാന്ധിജിയുടെ വളണ്ടിയർമാരും ഈ ഒരു മാർച്ച് ആരംഭിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും ഈ ഒരു ദണ്ഡി കടപ്പുറത്ത് എത്തിയ സമയത്ത് ഒരുപാട് ആളുകൾ അതിനോടൊപ്പം പല സ്ഥലങ്ങളിൽ നിന്നായിട്ടും ചേർന്നിട്ടുണ്ടായിരുന്നു. 1930 ഏപ്രിൽ 6 രാവിലെ 8:30 ഗാന്ധിജി ബ്രിട്ടീഷ് രാജ് ഉപ്പ് നിയമങ്ങൾ ലംഘിച്ചിട്ടുള്ളത്. 1930 ഫെബ്രുവരി അവസാനം ആയപ്പോൾ സമയത്ത് തന്നെ ഉപ്പ് നികുതിക്കെതിരെ ഗാന്ധിജി ഒരുപാട് വാദിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു മാർച്ചിലൂടെ അവർ പലതരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനിയൊരു ഉപ്പിൻ്റെ നികുതി കുറക്കുക മാത്രമായിരുന്നില്ല, കാർഷിക നികുതി 11 പോയിന്റ് കുറക്കുക, ഉപ്പ് നികുതിയും ഉപ്പ് കുത്തകയും നിർത്തലാക്കുക എന്നുള്ള രീതിയിലും, അതേപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ തടവുകാരെയും മോചിപ്പിക്കുക, ഇന്ത്യൻ തുണി വ്യവസായങ്ങളുടെ സംരക്ഷണം എന്നീ മിനിമം ആവശ്യങ്ങളൊക്കെയാണ് അവിടുത്തെ സർക്കാർ അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. 1930 ജനുവരി 31 ഗാന്ധിജി ഇർവിൻ പ്രഭുവിന് 11 പോയിന്റ് അന്ത്യശാസനം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ ഇർവിൻ പ്രഭു ഈ ഒരു ആവശ്യങ്ങളൊക്കെ അംഗീകരിക്കുകയാണെങ്കിൽ നിസ്സഹകരണ പ്രസ്ഥാനം അല്ലെങ്കിൽ നിയമലംഘന പ്രസ്ഥാനങ്ങളൊന്നും ഇനി ഉണ്ടാവില്ല എന്നും കോൺഗ്രസ് ഏത് സമ്മേളനത്തിലും പങ്കെടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെങ്കിൽ ഈ ഒരു ആവശ്യങ്ങളൊന്നും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് ഇർവിൻ പ്രഭു തയ്യാറായിരുന്നില്ല. അതുകൊണ്ടാണ് മാർച്ച് 12 ഗാന്ധിജി ചരിത്രപരമായിട്ടുള്ള ഈ ഒരു ദണ്ഡി മാർച്ച് ആരംഭിക്കുകയും ഉപ്പ് നിയമം ലംഘിക്കുകയും ചെയ്തിട്ടുള്ളത്. എന്നാലും 1930 ചരിത്രപ്രസിദ്ധമായിട്ടുള്ള ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ പ്രസ്ഥാനം ശക്തി പ്രാപിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ നിന്ന് ഗാന്ധിജി തികച്ചും പ്രകൃതിദത്തമായിക്കൊണ്ടാണ് ദണ്ഡിയിൽ ഉപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതായത് ബാഷ്പീകരണ പ്രക്രിയയിലൂടെയാണ് ഉപ്പുണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. അതിനുശേഷം ഗാന്ധിജി ഈ സൗതേൺ പാർട്ടിലേക്ക് നടക്കുകയുണ്ടായി. അവിടെ നിന്നൊക്കെ ഉപ്പുണ്ടാക്കുകയും വഴിയുള്ള യോഗങ്ങളൊക്കെ അഭിസംബോധന ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ദണ്ഡിയിൽ നിന്ന് ഏകദേശം ഒരു 40 കിലോമീറ്ററോളം സൗത്തിലുള്ള ധരാസന ഉപ്പ് വർക്കുകളിലൊക്കെ ഒരു സത്യാഗ്രഹം നടത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ് പാർട്ടി പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നാലും ധരാസനയിലൊക്കെ നല്ല ആസൂത്രിതമായിട്ടുള്ള നടപടിക്ക് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, അതായത് 1930 മെയ് ഒരു 4-5 ആയ സമയത്ത് എന്തായിട്ടുണ്ടായിരുന്നു, ഗാന്ധിജിയെ അവർ അറസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദണ്ഡി മാർച്ചും തുടർന്നുള്ള ധരാസന സത്യാഗ്രഹമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒരു ന്യൂസ് കവറേജൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിലൂടെ തന്നെ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിലേക്ക് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ളൊരു ശ്രദ്ധ ആകർഷിക്കാൻ പറ്റിയിട്ടുണ്ട്. ഈ ഒരു ഉപ്പിൻ്റെ നികുതി നിർത്തലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് സത്യാഗ്രഹങ്ങൾ ഇന്ത്യയുടെ പല പല ഭാഗങ്ങളിലായിട്ട് നടന്നിട്ടുണ്ട്. ഏകദേശം 1 വർഷത്തോളം നടന്നിട്ടുണ്ട് എന്ന് തന്നെ പറയാൻ പറ്റും. പിന്നീട് ഗാന്ധിജി ജയിലിൽ നിന്ന് മോചിതനായ സമയത്ത് 2ാം വട്ടമേശ സമ്മേളനത്തിനായിട്ട് ലോർഡ് ഇർവിനുമായിട്ട് നടത്തിയിട്ടുള്ള ചർച്ചകളിലേക്ക് അവസാനിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഫലമായിക്കൊണ്ട് തന്നെ ഏകദേശം 60,000-ത്തിലധികം ഇന്ത്യക്കാർ ജയിലിൽ അടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രിട്ടീഷുകാർ അവർക്കൊന്നും വലിയൊരു ഇളവുകളൊന്നും നൽകിയിട്ടുണ്ടായിരുന്നില്ല.
ഗാന്ധിജി അറസ്റ്റ് ചെയ്തിട്ടുള്ള ആ ഒരു സമയത്തൊക്കെ കോൺഗ്രസ് തന്നെ അദ്ദേഹത്തിൻ്റെ ആ ചുമതല കൂടി ഏറ്റെടുക്കുകയായിരുന്നു ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആദ്യത്തെ ഈ ഒരു സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റിൻ്റെ ആ ഒരു സംഘടിപ്പിക്കാനുള്ള ഒരു റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി തന്നെയാണ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നത്. ഉപ്പിന് എത്രത്തോളം നികുതി ഈടാക്കാനുള്ള ഒരു കാരണമായിട്ടുള്ളത് 1882 ഒരു ഉപ്പ് നിയമം ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർക്ക് ഉപ്പ് ശേഖരിക്കുന്നതിനും നിർമ്മിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ളൊരു കുത്തക നൽകിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിക്കൊണ്ടാണ് ബ്രിട്ടീഷുകാരുകൾ അവർ ഈ ഉപ്പിന് എത്രത്തോളം നികുതി ചുമത്തുകയും അതേപോലെ തന്നെ ഉപ്പിൻ്റെ ഈ ഒരു നിയമലംഘനം നടത്തുന്ന ആളുകൾക്ക് ഒരു ക്രിമിനൽ കുറ്റമായി കാണുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല കടൽ തീരത്തൊക്കെ താമസിക്കുന്ന ആളുകൾ ഉപ്പ് സ്വതന്ത്രമായിട്ട് ഉണ്ടാക്കിയിരുന്നു എന്നുള്ള കാരണം കൊണ്ട് തന്നെ അവർക്കൊക്കെ അതിൽ നിന്ന് ഒരു വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല കൊളോണിയൽ സർക്കാരിൽ നിന്ന് ഇന്ത്യക്കാർക്ക് നിർബന്ധിതമായിട്ടും ഉപ്പ് വാങ്ങണം എന്നുള്ളൊരു നിയമവും ഈ ഒരു ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിനൊക്കെ പ്രതിഷേധിച്ചുകൊണ്ടാണ് കേട്ടോ ഈ ഒരു പ്രതിഷേധം ഇത്രത്തോളം പ്രകടമാവാനുള്ള കാരണമായിട്ടുള്ളത്.